ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നീ ഇങ്ങനെ കിടന്ന് പിഴക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് എനിക്കെതിരെ കളിച്ചവരാരെയും മഹി വെറുതെ വിട്ടിട്ടില്ല. പിന്നെ നിന്നെ ഞാൻ വെറുതെ വിട്ടത് ഇതുപോലെ എനിക്ക് വേണ്ടപ്പോൾ വേണ്ടത് ആസ്വദിക്കാനാ. അത് പറഞ്ഞ് മാഹി കൈകൾ കൊണ്ട് ആരുവിന്റെ കവളിൽ കുത്തിപ്പിടിച്ച് അവളുടെ ആദരങ്ങളെ കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങും മുമ്പ് ആരു മഹിയെ തള്ളി മാറ്റി അവന്റെ കവളിലിട്ടൊന്ന് പൊട്ടിച്ചു. ഡേ അടി കിട്ടിയ കവളിൽ കൈവച്ച് മഹി ആരുവിനെ നേരെ ദേഷ്യത്തിൽ ചീറി. മിണ്ടരുത്, എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടാ കൊല്ലാനും മാരിശി മടിക്കില്ല. ദേഷ്യത്തിൽ മഹിയെ നോക്കി അത്രയും പറഞ്ഞ് ആരു വേഗത്തിൽ അവിടുന്ന് തിരിഞ്ഞു നടന്നു. ഇതിനെല്ലാം നീ അനുഭവിക്കും മാരിശി, ഇല്ലെങ്കിൽ അനുഭവിക്കും ഈ യക്ഷിത് മഹാദേവ്. ആര് പോയ വഴിയെ നോക്കി മുഷ്ടി ചുരുട്ടി തന്റെ കൈ തറയിലേക്ക് ആഞ്ഞടിച്ച് അടി കിട്ടിയ കവളിലൊടിഞ്ഞ് മഹി പല്ലെറുമ്പി. വീട്ടിലെത്താനായതും ആരും മുഖമമർത്തി തുടച്ച് വീട്ടിലേക്ക് നടന്നു. ഡേയ്, രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ആരെ മയക്കാൻ ഇറങ്ങിയതാണ്ടി. അകത്തേക്ക് കയറി വന്ന് ആരുവിനെ കണ്ട് മാലതി ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്കങ്ങനെ ആരെയും മയക്കെടുക്കേണ്ട ആവശ്യമില്ല വല്യമ്മേ, ഞാൻ ക്ഷേത്രം വരെ ഒന്ന് പോയതാ. ശബ്ദം കടുപ്പിച്ച് അത്രയും പറഞ്ഞ് ആരും ഉള്ളിലേക്ക് കയറിപ്പോയി. കണ്ടില്ല ചേട്ടാ ആ പെണ്ണിന്റെ അഹങ്കാരം. അവൾ ഇനിയും ഇവിടെ നിർത്തിക്കൂടാ. ഉടനെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആര് പോകുന്ന വഴിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മാലതി പറഞ്ഞു. അവൾ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. നടന്നു പോകുന്ന ആരുവിനെ ആകെന്ന് ചുഴിഞ്ഞു നോക്കി താടി തടവിക്കൊണ്ട് ജയൻ പറഞ്ഞു. ആ മോള് വന്നോ? തിരക്കുണ്ടായിരുന്ന മോളെ ക്ഷേത്രത്തിൽ? റൂമിലേക്ക് വന്ന ആരുവിനെ കണ്ട് കയ്യിലുള്ള ബുക്ക് മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. തിരക്ക് കുറവായിരുന്നു. അമ്മക്ക് വിശക്കുന്നുണ്ടാകൂലേ? ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാമേ. മീരയുടെ മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ കരഞ്ഞു പോയാലെന്ന് കരുതി ആരമ്മയുടെ മുഖത്ത് നോക്കാതെ ധൃതി കാണിച്ച് ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് വേഗം ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിലെത്തിയതും ആര് പൈപ്പ് തുറന്നിട്ട് അതുവരെ ഉള്ളിലൊതുക്കി വെച്ച് സങ്കടമെല്ലാം പൊട്ടിക്കരച്ചിലൂടെ തീർത്തു. എന്തിനാ ദേവേട്ട വെറുതെ എനിക്ക് ആശ തന്നത്? ഒഴിഞ്ഞു മാറി പോയതല്ലായിരുന്നു ഞാൻ. എന്നിട്ടും ദേവന്റെ മുഖം മനസ്സിലേക്ക് വന്നതും ആര് സാരി തലപ്പ് കൊണ്ട് വാപൊത്തി ഉള്ളിലെ വിഷമങ്ങൾ കരഞ്ഞു തീർത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരുവിന് ഇത്തിരി ആശ്വാസം തോന്നി. മീരയ്ക്ക് സംശയം തോന്നേണ്ടെന്ന് കരുതി വേഗം എണീറ്റ് ഡ്രസ്സ് മാറാൻ തുടങ്ങി ദേഹത്തിൽ നിന്ന് സാരി അടിച്ച് മാറ്റിയതും ആരുവിന്റെ കണ്ണുകൾ അവളുടെ ഇടുപ്പിലും വയറിലുമായി ചുവന്നിരിക്കുന്ന പാടുകളിലൊടുക്കി. എന്ത് പിടിയാ ചെകുത്താൻ പിടിച്ചത്? അവനൊക്കെ വീട്ടിൽ നിൽക്കി കൊല്ലുക വേണ്ടത്, കാലൻ. ഇടുപ്പിലും വയറിലുമെല്ലാം ചുവന്നു നിൽക്കുന്ന മഹിയുടെ വിരലിന്റെ അടയാളത്തിൽ തരുകി ആര് ദേഷ്യത്തിൽ പറഞ്ഞ് വേഗം ഫ്രഷായി മുഖം നന്നായി കഴുകി തുടച്ച് ഡ്രസ്സ് മാറ്റി റൂമിലേക്ക് പോയി. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയതും ആര് പണികളെല്ലാം തീർത്ത് മുറ്റത്തെ മാവിൻ ചുവട്ടിലുള്ള ബെഞ്ചിൽ വന്നിരുന്നു. ദേവന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും നിറയാൻ വന്ന കണ്ണുകളെ ശ്വാസിച്ചു നിർത്തി. വീട്ടിലേക്ക് വന്ന് ശ്രേയെ കാണുന്നത് എന്ത് ആലോചിച്ചിരിക്കുന്ന ആരുവിനെയാണ്. ആരുവിന്റെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടതും ശ്രേയയുടെ മുഖം തെളിഞ്ഞു. ഹലോ, എന്തെവിടെ വന്നിരുന്നൊരു ആലോചന? നഷ്ടപ്രണയം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ നിന്നെ? ആരുവിന് മുന്നിൽ പോയി നിന്ന് വിജയഭാവത്തോട് ശ്രേയെ ചോദിച്ചതും ആരും മുഖമുയർത്തി അവളെ നോക്കുകയില്ലാതെ ഒന്നും പറഞ്ഞില്ല. അടുത്ത മാസം 30 എന്റെ വിവാഹമാണ്. വരണം, നീ അറിയും. മണിമംഗലത്തെ ദേവദത്തിന്. ആദ്യത്തെ ക്ഷണം നിനക്കാ. ഉറപ്പായും വരണേ. ആരുവിനെ മനഃപൂർവ്വം കുത്തി നോവിക്കാൻ വേണ്ടി ശ്രേയ ബാഗിൽ നിന്ന് ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് ആരുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് വിജയഭാവത്തിൽ പറഞ്ഞു. ആരുവിന്റെ കണ്ണുകൾ ശ്രേയ കൊടുത്ത ഇൻവിറ്റേഷൻ കാർഡിൽ പറഞ്ഞു. ശ്രേയ വേഴ്സ് ദേവദത്തൻ എന്ന പേര് കണ്ടതും ആരുവിന്റെ മനസ്സ് വിങ്ങിയെങ്കിലും തന്റെ വിങ്ങുന്ന മനസ്സിനെ ആരും നിയന്ത്രിച്ച് നിർത്തി. കൺഗ്രാറ്റുലേഷൻ ശ്രേയ. ഉള്ളിൽ വിഷമം പുറത്ത് കാണിക്കാതെ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ആര് ശ്രേയയെ നോക്കി പറഞ്ഞു. ഇനി ദേവദത്തൻ എന്റേതാണ് ആരും. ഒരിക്കലും നീ ഇനി അദ്ദേഹത്തെ ആഗ്രഹിക്കാൻ പാടില്ല. പുഞ്ചിരിയോട് ആരും പറഞ്ഞത് കേട്ട് ശ്രേയ ദേഷ്യത്തിൽ ആരുവിനോടായി പറഞ്ഞു. നീയും ദേവേട്ടനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചെന്ന് ദേവേട്ടൻ പറഞ്ഞ ആ നിമിഷം എന്റെ മനസ്സിൽ എൻ്റെ ദേവേട്ടൻ മരിച്ചു കഴിഞ്ഞു. പിന്നെ നീ പേടിക്കണ്ട. നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ആരുഷൊരു തടസ്സമായി വരില്ല. കാരണം അന്യന്റെ മുതൽ ഞാൻ ആഗ്രഹിക്കാറില്ല. ശ്രേയയെ നോക്കി അതും പറഞ്ഞ് ആരും ഉള്ളിലേക്ക് കയറിപ്പോയി. ആര് റൂമിലേക്ക് വരുമ്പോൾ അവിടെ മാലതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരവരുടെ സംസാരം ശ്രദ്ധിച്ച് വാതിൽക്കൽ തന്നെ നിന്നു. ചേച്ചി, ശ്രേയയുടെ മൂത്തതല്ലേ ആരു? ശ്രേയയുടേത് കഴിയുമ്പോൾ ആരുവിനെ നിർത്തുന്നത് മോശമല്ലേ? അവൾക്ക് നല്ലൊരു കൂട്ടരെ കിട്ടുവാണെങ്കിൽ പറയണേ.
മീര മാലതിയോട് പറഞ്ഞു. ഞങ്ങൾ അന്വേഷിക്കാനിട്ടല്ല മീരെ, നീ ഇങ്ങനെ കിടക്കുന്നിടത്തോളം കാലം നിന്റെ മോൾക്ക് നല്ലൊരു ആലോചനകളൊന്നും കിട്ടില്ല. എടുത്തടിച്ചതുപോലെയുള്ള മാലതിയുടെ പറച്ചിൽ കേട്ട് മീരയുടെ മുഖം വാടി. വീണ്ടും മാലതി മീരയെ വേദനിപ്പിച്ച് എന്തെങ്കിലും പറയും മുമ്പായി ആര് റൂമിലേക്ക് കയറി വന്നു. വല്യമേ ശ്രേയ അന്വേഷിക്കുന്നുണ്ട്. അവരൊഴിഞ്ഞു പോകാനായി ആര് വേഗം അങ്ങനെ പറഞ്ഞതും മാലതി വേഗം റൂമിന് വെളിയിലേക്ക് നടന്നതും ആര് ഡോറ് വലിച്ചടിച്ച് മീരയുടെ അടുത്തായി വന്നിരുന്നു. എൻ്റെ അമ്മേ, വല്യം എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അമ്മ അതിനൊക്കെ ഇങ്ങനെ വിഷമിച്ചിരുന്ന അതിനെ സമയമുണ്ടാകൂ. മീരയുടെ സങ്കടം കൊണ്ട് നിറഞ്ഞ മുഖം കണ്ട് ചിരിയോടെ പറഞ്ഞു. ചേച്ചി പറഞ്ഞത് സത്യല്ലേ? ഞാനിങ്ങനെ കിടക്കുമ്പോൾ നിന്റെ വിവാഹം ശരിയാവില്ല. എന്നെ അങ്ങ് കൊണ്ടുപോയി കൂടെ ദൈവം നിനക്ക്. അമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മ കൂടി പോയ എനിക്കാരാ? എനിക്ക് വിവാഹമൊന്നും വേണ്ടമ്മേ. നമുക്ക് ഇങ്ങനെ ജീവിക്കാം. അമ്മക്ക് ഞാനും എനിക്ക് അമ്മയും, അത് മതി അമ്മേ നമുക്ക്. ആര് മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. മാധവേട്ടനുണ്ടെങ്കിൽ എൻ്റെ മോളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അല്ലേ? എല്ലാം വിധിയാണമ്മേ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടാകും. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട അച്ഛന് സങ്കടാകില്ലേ? ആര് മീരയെ സമാധാനിപ്പിച്ച് നിർത്തി. എത്രയൊക്കെ മനസ്സിനെ കല്ലാക്കി നിന്നെങ്കിലും രാത്രിയായതും ദേവന്റെ ഓർമ്മകളും ഇന്നവൻ പറഞ്ഞതുമെല്ലാം ആരുവിനെ കുത്തി നോവിച്ചു കൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായി ആരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ഉറങ്ങുന്ന മീരയെ കെട്ടിപ്പിടിച്ച് അവളുടെ നെഞ്ചിൽ മുഖം പൊഴുത്തി ആര് തന്റെ സങ്കടങ്ങൾ കരഞ്ഞു തീർത്തു. എപ്പോഴും അവളും ഉറക്കത്തെ പുലുകിയിരുന്നു. പിറ്റേന്ന് എണീക്കുമ്പോൾ ആരുവിന്റെ മുഖം തലേന്ന് കരഞ്ഞതിന്റെ ഫലമായി ചുവന്ന് വീർത്തിരുന്നു. ആരുവിന്റെ മുഖം കണ്ട് മീര കാര്യം തിരക്കിയെങ്കിലും തലവേദനയാണെന്ന് പറഞ്ഞ് ആരും ഒഴിഞ്ഞു മാറി. അന്നൊരു ഉത്സാഹമില്ലെങ്കിലും ആരും ഒരുവിധം പണികളെല്ലാം ചെയ്ത് തീർത്ത് റെഡിയായി സ്കൂളിലേക്ക് ഇറങ്ങി. ആര് ടീച്ചറെ? സ്കൂൾ കവാടം കടന്ന് ഉള്ളിലേക്ക് നടക്കുമ്പോഴാണ് ആരുവിനെ പിന്നീട് നന്ദൂട്ടി വിളിച്ചത്. നന്ദൂട്ടിയുടെ കൊഞ്ചികളെ വിളികെടുത്തും സങ്കടം കൊണ്ട് മൂടിക്കെട്ടി ആരുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു. ആഹാ, നന്ദൂട്ടി ഒറ്റക്കാണോ? ഇന്ന് അച്ഛനില്ലേ? ഒറ്റക്ക് ബാഗും കീറ്റും തൂക്കി വരുന്ന നന്ദൂട്ടിയെ കണ്ട് ആര് ചിരിയോടെ ചോദിച്ചു. ഇന്ന് ഞാൻ മാമന്റെ കുജുകുര വഞ്ചിയില വന്നത്. ആരുവിന്റെ ചോദ്യം കേട്ടത് നന്ദൂട്ടി സന്തോഷത്തോടെ പറഞ്ഞു. ആണോ? എന്നിട്ട് എവിടെ നിന്റെ മാമൻ? നീ ഇതുവരെ നിന്റെ മാമനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലല്ലോ. മാമൻ പോയി. ഇത് കന്തോ മാമന് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞ് നന്ദൂട്ടിക്ക് വാങ്ങി തന്നതാ. നന്ദൂട്ടി ബാഗിൽ നിന്നും ഒരു ചോക്ലേറ്റ് ബോക്സ് എടുത്ത് ആരുവിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആഹാ, കൊള്ളാലോ നന്ദൂട്ടിയുടെ മാമൻ. ആര് പറഞ്ഞത് കേട്ട് നന്ദൂട്ടി കുണുങ്ങി ചിരിച്ച് അതിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് ആരുവിന് നേരെ നീട്ടി. എനിക്ക് വേണ്ട. നന്ദൂട്ടി എടുത്തോ. അതെന്താ? എൻ്റെ മാമന് ഇഷ്ടമല്ല എന്നിട്ടാന്നോ? നന്ദൂട്ടി ചുണ്ട് ചുളുക്കിക്കൊണ്ട് ചോദിച്ചതും ആര് ചിരിയോടെ ചോക്ലേറ്റ് വാങ്ങി. നന്ദൂട്ടി, ഇനി ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ബെല്ലടിക്കാനായി. നന്ദൂട്ടി ക്ലാസ്സിൽ പോയി മിഠായി എല്ലാവർക്കും കൊടുത്താട്ടെ. ആര് ചിരിയോടെ ഉണ്ടക്കവളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞതും നന്ദൂട്ടി അനുസരണയോടെ തലയാട്ടി അവിടുന്ന് മുന്നോട്ട് നടന്നതും ആര് പ്രിൻസിപ്പാളിന്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. എന്നാൽ ഇതേ സമയം ദൂരെ നിന്ന് അവരിരുവരെയും വീക്ഷിച്ച് നിന്ന് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു. ഒപ്പം നടന്നു പോകുന്ന ആരുവിനെ കാണുന്തോറും അവന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു. നീ ഇന്ന് വൈകിയോ? പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി ആരും സൈൻ ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് പോയത് ക്ലാസ്സിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന കാർത്തിക അവളെ കണ്ട് സംശയത്തോടെ ചോദിച്ചു. ആ, നന്ദൂട്ടിയെ കണ്ടപ്പോൾ സംസാരിച്ച് നിന്നതാ. ആര് കാർത്തികയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ മുഖത്ത് നോക്കാതെ ഉത്തരം തരുന്ന ആരുവിനെ കാത്തു സൂക്ഷിച്ചു നോക്കി. ആരുവിനോട് സംസാരിക്കാനായി കാത്തു മറ്റു സ്റ്റാഫുകൾ പോകുന്നതുവരെ വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയതും കാത്തു ക്ലാസ്സിലേക്ക് പോകാൻ നിന്ന് ആരുവിനെ തടഞ്ഞു നിർത്തി. എന്താ കാർത്തു? തന്നെ തടഞ്ഞു നിർത്തിയ കാർത്തുവിനെ നോക്കി ആര് സംശയത്തിൽ ചോദിച്ചു. അത് തന്നെ എനിക്കും അറിയേണ്ടത്. എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമെല്ലാം വീർത്തിരിക്കുന്നല്ലോ. കരഞ്ഞോ നീ ഇന്നലെ? ഒന്നുമില്ല കാർത്തു, നിനക്ക് തോന്നുന്നതാ. ആര് വരുത്തി തീർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. ദേ ആരും, നീ എന്നോട് കള്ളം പറയണ്ട. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കാർത്തിക പറഞ്ഞു തീർന്നതും ആരോളെ കെട്ടിപ്പിടിച്ചു. അതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന വിഷമങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞു തീർത്തു. ആരുവിന്റെ സങ്കടങ്ങളെല്ലാം തീരട്ടെ എന്ന് കരുതി കാർത്തൊന്നും ചോദിക്കാതെ കരയുന്ന ആരുവിന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. എന്താരു കാര്യം പറയടി?
ആരുവിന്റെ കരച്ചിൽ ഒരുവിധം അടങ്ങിയതും കാർത്തോവളെ തന്നെ നടത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു, ദേവേട്ടന് സ്നേഹമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കാർത്തു. ദേവേട്ടൻ എന്നെ സ്നേഹിച്ചത് വെറും നേരം പോക്കായിരുന്നെന്ന്. ആരു പറയുന്നത് കേട്ട് കാർത്തു ഞെട്ടി. ആരു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യ കാർത്തു. അത് പറഞ്ഞ ആരു കാർത്തുവിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. ആരു, നീ കരയാതെ. പറ്റുന്നില്ലടി എനിക്ക്. ശരിക്കും മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ ദേവേട്ടനെ സ്നേഹിച്ചത്. പക്ഷേ എന്നെ മനഃപൂർവ്വം ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാർത്തികയെ ചുറ്റിപ്പിടിച്ച് തേങ്ങി കരഞ്ഞുകൊണ്ട് ആരു പറഞ്ഞു. എൻ്റെ ആരു, നിന്നെ വേണ്ടാത്തൊരാളോട് എന്തിനാ പെണ്ണ നീ ഇങ്ങനെ കരയുന്നത്? നീ കരച്ചെന്നെത്ത്. നിന്നെ വേണ്ടാത്തവരെ കുറിച്ച് നീ ഇനി ഒരിക്കൽ പോലും ആലോചിക്കരുത്. മനഃപൂർവ്വം നീ അവരെയും അവർ തന്ന ഓർമ്മകളെയും നീ മറവിലേക്ക് വിട്ടു കൊടുക്കണം. ആരുവിന്റെ മുഖത്തെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് കാർത്തു പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റുമോ കാർത്തു? അതിന് പറ്റണം ആരു. എന്നിട്ട് നീ തോരിടലെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിനക്ക് വേണ്ടി ജനിച്ച രാജകുമാരൻ എവിടെയും ഉണ്ടാകും. സമയമാകുമ്പോൾ നിന്റെ അടുത്ത് എത്തിച്ചേർന്നോളും. ഇനി എൻ്റെ ആരൂസ് ഇതോർത്ത് സങ്കടപ്പെടില്ലെന്ന് എനിക്ക് ഭാഗത്താ. കാർത്തിക ആരുവിന് നേരെ തൻ്റെ വലത് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കാർത്തുവാണ് സത്യം. ഇനി എന്നെ വേണ്ടാത്തവരോട് ഞാൻ വിഷമിക്കുകയോ കരയോ ചെയ്യില്ല. സത്യം പോരെ? കാർത്തുവിൻ്റെ കയ്യിൽ തൻ്റെ വലം കൈ ചേർത്ത് വെച്ച് ചിരിയോടെ പറഞ്ഞു. മതി. നിന്റെ മുഖത്തിന് എപ്പോഴും ഒരു പുഞ്ചിരി വേണം. പിന്നെ വാക്ക് ധരിച്ചാലേ എൻ്റെ തലയായിരിക്കും പൂട്ടാൻ പോകുന്നത്. അത് ഓർമ്മ വേണേ. കാർത്തു ആരുവിനെ ഓർമ്മപ്പെടുത്താനായി പറഞ്ഞു. ഇല്ല, നീ പറഞ്ഞ പോലെ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അവരെ ഓർത്ത് സങ്കടപ്പെടാൻ എനിക്ക് സമയമില്ല. എൻ്റെ അമ്മയെ പഴയ പോലെ എണീപ്പിച്ച് നടത്തണം. ഇനി അതിനെക്കുറിച്ച് മാത്രം എൻ്റെ ചിന്ത. കാർത്തികനോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ആരുവിന് മനസ്സിന് ആശ്വാസം കിട്ടിയിരുന്നു. ഗുഡ്. ബെല്ലടിച്ചു. വാ, ക്ലാസ്സിലേക്ക് പോകാം. കാർത്തിക പറഞ്ഞതും ആരും മുഖം അമർത്തി തുറച്ച് കാർത്തികന്റെ കൂടെ മുന്നോട്ട് നടന്നു. ക്ലാസ്സിലെത്തിയതും ആ കുഞ്ഞുകുട്ടികളുടെ കുറുമ്പും കുസൃതിയൊക്കെ ആരുവിന്റെ മനസ്സിൽ അവശേഷിക്കുന്ന ഇത്തിരി നോവിനെ പോലും തുടച്ചു മാറ്റിയിരുന്നു.